ഇതിന് കറക്റ്റ് ശശി ഇദ്ദേഹമാണ്. ഒന്നും കിട്ടാതെ നിൽക്കുന്നുണ്ടില്ലേ? ഉണ്ടാക്കി കൊടുത്ത ഞാനാണ് ഇപ്പൊ ഇതിന് കറക്റ്റ് ശശി. ഇങ്ങോട്ട് ഹായ്, വെൽക്കം അഗൈൻ ഫർദാണേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ത് വെച്ചാൽ ഇന്നൊരു ഫുഡ് വീഡിയോ ആണ്. അപ്പോൾ എങ്ങനെ സാധനം എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞങ്ങളുടെ നാട്ടിൽ നൗഞ്ഞി എന്ന് പറയും, ചിലയിടത്ത് നത്താന്ന് പറയും, ഇനി പലയിടത്തും ഒച്ചി എന്നും പറയും. ഇതിനെങ്ങനെ നമ്മളെടുത്ത് ഫ്രൈ ആക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് ഇരുന്ന് അങ്ങോട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മളിന്ന് നൗഞ്ഞി പെറുക്കാൻ അഥവാ നത്ത പെറുക്കാൻ കൊടുന്നിട്ടുകളാണ് ഇവർ രണ്ടാളും വിളിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. അനുവോ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താ. യാ, അത് റാസിക്ക്. അപ്പോൾ അവരെ കൂട്ടിയിട്ടാണ് നമ്മളിന്ന് പെറുക്കാൻ വന്നിട്ടുള്ളത്. മൊത്തം പെറുക്കലാണ് ഇവിടെ. അപ്പോൾ നമ്മൾ അനുവിനൊരു ചാനലുണ്ട്. അനുവിൻ്റെ ചാനൽ ലിങ്ക് അവൻ പറഞ്ഞു തരും എന്താ ചാനൽ എന്നുള്ളത്. ഓക്കെ, ലിങ്ക് അല്ല, പേര് വെച്ചാൽ നിയാൽ മീഡിയ എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. മാമനമ്പൂരി ഒരു സാധനം. അപ്പൊ നമ്മളിത് ഇങ്ങനെ പോയി നോക്കുക എന്താ അവസ്ഥ എന്നുള്ളത്. ഇനി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സാധനം കിട്ടും. വാ. അപ്പൊ നമ്മള് ഇറങ്ങി നോക്കി സാധനം തപ്പിയിട്ട് പിടിക്കുന്നത്. വാ. വെള്ളം ഉണ്ടാവുമ്പോ ഉണ്ടാവില്ല സാധനം. അപ്പം നമ്മൾ നൗഞ്ഞി പെറുക്കാൻ നോക്കി നമ്മൾ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനം പാടത്തില്ല. എല്ലാ പ്രാവശ്യവും ഒരുപാടെണ്ണം നമ്മൾ നടക്കുന്ന വരമ്പിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം വരമ്പത്ത് നമ്മൾ തപ്പി നടന്നിട്ട് ഒരു വസ്തുവിനെ പോലും കണ്ടില്ല. ഞാൻ ഒന്ന് മുന്നോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ, സാധനം കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും സംഭവം. ഈ വെള്ളം വൈകണോടത്തിട്ടോ ഈ അവിടെ സാധനം കിട്ടിയിട്ടുണ്ടാ ഉണ്ടല്ലേ? യാസ്നൗഞ്ഞി പൊളി സാധനം ഉണ്ടോ? കണ്ണൊക്കെ അതിൻ്റെ. യെസ്, അടുത്ത സാധനത്തിനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. സംഭവം കിട്ടിയിട്ടുണ്ട്. രണ്ടെണ്ണായിപ്പോൾ. നൗഞ്ഞി ഉണ്ടാവൽ എവിടെയെന്ന് വെച്ചാൽ നല്ല തെളിയുള്ള വെള്ളങ്ങളിലൊക്കെ നല്ലോണം ഉണ്ടാവും. നമ്മളിങ്ങനെ അവിടെ നിന്നൊക്കെ ഒരുപാട് ഇങ്ങോട്ട് നടന്നു വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ല തെളിയുള്ള വെള്ളമുണ്ട്. ഇവിടെ അലക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നല്ലോണം കാണാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു 5-6 ഒരേ സ്ഥലത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്, നല്ല സൈസുകൾ നോക്കിയിട്ട്. ഞാൻ ആ പൊന്തയിലൊക്കെ ഒന്ന് തെറിഞ്ഞു നോക്കി, ഒന്ന് പോലും കിട്ടിയില്ല. നല്ല കഠിനമായ തപ്പലിലാണ് സാധനം. തപ്പൽ കണ്ടു വെച്ചാൽ വല്ല പാമ്പിലേറ്റ് കണ്ടിട്ടാണ് ഈ കറന്ന്. അതെല്ലാം ഇനി അതിൻ്റെ ഉള്ളിലേറ്റ് ഇനി ഉണ്ടോ എന്ന് വെച്ചിട്ട് നല്ല തപ്പൊപ്പിയതാണ്. അപ്പോൾ ഇത് ബാക്കിങ്ങൾ കണ്ടു നോക്കി സാധനം കിട്ടും. നമ്മളിത് അവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ട്, അത്യാവശ്യത്തിന് നല്ല നവിയുണ്ട് ഉള്ളിലൊക്കെ. ഇവിടെ ചെറപ്പറ സാധനമാണ് കേട്ടോ. ഇവിടെ തന്നെ ഒറ്റടിക്ക് നമ്മൾ വിചാരിച്ചത് കിട്ടൂലെന്ന്. സംഭവം സെറ്റാ. നമ്മൾ വന്നപ്പോൾ ഏതായാലും കാര്യത്തിൽ പെട്ടു. അത്യാവശ്യം സാധനം കിട്ടിയിട്ടുണ്ട്. ഇതിലെ സൈസ് തന്നെ കണ്ടില്ല, വേറെ ലെവലാണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ഗെയിംസൊക്കെ ഉള്ള ഐറ്റംസാണ്. പാൻറ് മൊത്തം വെള്ളത്തിലായി. വലയിലുണ്ട് കയ്യിടാൻ പറ്റില്ല.
അപ്പോൾ ഇഷ്ടം പോലെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടെന്നാണ് നെത്ത. അപ്പോൾ നമ്മളിനി അത് കൊണ്ടുപോയിട്ട് എങ്ങനെ ഫ്രൈ ആക്കുന്നത് കാണിച്ചു. കമോൺ ഫോളോ മീ. അത്യാവശ്യം സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ എന്ത് ചെയ്യണം, വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക, ഇരുന്നങ്ങോട്ട് കാണുന്നേ. ഓക്കെ ബടക്കി ഒരു 2 എണ്ണം കിട്ടിയോ? ആ ഭാഗത്തൊക്കെ കുറവാടാ. ഓക്കെ ഈ കൈ നടക്കുന്നത്. അപ്പോൾ നമ്മളെ പരിപാടി ഇവിടുത്തെ പെറുക്കൽ ഏതായാലും അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കുക്കിംഗ് ആണ്. നിങ്ങളെല്ലാവരും കുക്കിംഗ് അങ്ങോട്ട് ഇരുന്ന് നമ്മൾ കണ്ട് സെറ്റാക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണും. ഇത് ഉണ്ടാക്കുമ്പോൾ കാണുമ്പോഴുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ ഫീലിംഗ് അനുസരിച്ച് ഒരുവിധ ആൾക്കാരൊക്കെ എന്ന് പറയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സാധനം ഉഷാർ സാധനമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അടിപൊളി ഒരു വെറൈറ്റി മസാലയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സംഭവങ്ങൾ കാണുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിലിട്ടത്, അപ്പോൾ ആട്ട വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലതിലിട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഒന്ന് പൊയിഞ്ഞെടുക്കണം. എന്നിട്ട് അതിൻ്റെ തോലുകൊണ്ട് പൊളിച്ചിട്ട് മൊത്തം എന്ത് ചെയ്യണം, സെറ്റാക്കണം. ഓക്കെ, കുറച്ചാണെങ്കിലും ഇതായി കാണുന്ന ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വെറൈറ്റി ആക്കണം. അതാണ് നമ്മളെ സെറ്റിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരംഭിക്കുന്നു സാധനം പൊളിക്കൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കമോൺ ഇതങ്ങനെ എടുക്കുക. ഈ സാധനത്തിൻ്റെ ജോയിൻറ്റ് ഫ്രീയിൽ കയറ്റി കത്തി. ഇതിപ്പോൾ ചൂടാക്കേണ്ട ആവശ്യമില്ല, ചൂടാക്കലൊരു പണിയല്ലേ. ഈ പണ്ടത്തിന് ഇത് കിട്ടണില്ല. അപ്പോൾ അങ്ങനെ നല്ലത് ഈ ഭാഗം ഇങ്ങനെ പൊളിക്കുക. കണ്ടോ, അപ്പോൾ ഇറച്ചി കിട്ടി. ഇതാണ് ഇറച്ചി, ബാക്കിയുള്ളതൊക്കെ വേസ്റ്റാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ് ഒഴിവാക്കുക. ചാടും. ഇതാണ് കട്ടൻ്റെ അല്ല കക്കൻ്റെ മൊത്തം പാർട്സ്. ഇതാണ് അതിൻ്റെ വേസ്റ്റുകൾ. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കും. ഓക്കെ, നമുക്കിതൊന്നും വേണ്ട, നമുക്കിത് മാത്രം മതി. അപ്പോൾ നമ്മൾ കൊടുന്ന സാധനം ഫ്രൈ ആക്കി ചാന സെറ്റാക്കിയിട്ടുണ്ട്, കട്ട് ചെയ്തിട്ട്. ആകെ അത്രേ ഉള്ളൂ. ഇതിന്മേലാണ് ഒന്ന് പരിപാടി. കഴിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഉള്ളതായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ക്ലീൻ ചെയ്യുമ്പോൾ എന്താണ് വെച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. എന്നിട്ട് ഉപ്പിട്ടിട്ട് ഇടാ ഉപ്പ് ഇതിലേക്ക് അതിങ്ങനെ കിളമ്പിയിട്ട് ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ വിഷാംശങ്ങളൊക്കെ കണ്ട് പോയിക്കോട്ടെ. പാടല്ലേ പാടം, വിഷാംശമൊക്കെ ഉണ്ടാവും. അപ്പോൾ അക്കാണ്ട് പോയിട്ട് സെറ്റാക്കുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നവനീക്ക് വേണ്ട ഐറ്റംസുകൾ എന്തൊക്കെയാ വെച്ചാൽ ചപ്പ്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി, മുളക്, ഇതാണ് നമുക്ക് വേണ്ട ഐറ്റംസുകൾ. പിന്നെ അതിൻ്റെ പുറത്ത് പൊടി ഐറ്റംസും വേണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്തെങ്കിലും ചട്ടിക്ക് കുറച്ച് വെളിച്ചെണ്ണ നല്ലതായിട്ടാണ്ട് ഒഴിച്ചു കൊടുക്കുക. അത് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കണം. ഉള്ളി നല്ല മൂത്ത് വരണം, അതിന് വേണ്ടിയിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഇട്ട് ബ്രൗൺ കളർ വരുന്നവരേക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. അത് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി സെറ്റാവണമെങ്കിൽ അതിലേക്ക് എന്താ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സെറ്റാവും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇത് വേഗം വേവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇതിലിട്ട്
അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകണമെന്ന് വെച്ചാൽ തക്കാളിയാണ്. തക്കാളി 2 തക്കാളി നമ്മൾ വെട്ടി വെച്ചിരുന്നു. ആ വെട്ടി വെച്ച തക്കാളിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതിട്ട് കൊടുത്തിട്ട് നല്ല ഇതുപോലെ ഇങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ ഉള്ളിയും തക്കാളിയുടെ ഒക്കെ അതൊക്കെ ഒന്നാണ് പോകുന്നവരേക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കിയതിൻ്റെ ശേഷം നമ്മൾ ഇനി അടുത്ത കൂട്ടിലുള്ള സാധനങ്ങളും മസാല ഐറ്റംസൊക്കെ ഇടും ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റിക്കാം. ഈ ആ പച്ചച്ചോയ ഉള്ളിയുടെ പച്ചച്ചോയ മാറുന്ന വരെ എന്ത് ചെയ്യണം, നല്ല ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ വാട്ടിയെടുക്കണം. എന്നിട്ട് ആ പച്ചച്ചോയ രസം കിട്ടില്ല. തക്കാളി വാടി വന്നിട്ടുണ്ട്. അപ്പം ഈ നമ്മളെന്ത് ചെയ്യണം, ഇതിലേക്ക് ഇഞ്ചി, നമ്മളെ വെളുത്തുള്ളി, കൂടെ മുളക് പൊടി, മുളകിട്ടിട്ട് പച്ചമുളക് ചപ്പ് നമുക്ക് പിന്നിടാം, ലാസ്റ്റിക്ക് ഇടാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റായിട്ട് ഇടുന്ന സാധനം നമ്മളെന്താണ് ലാസ്റ്റിക്ക് ഇങ്ങനെ ഉണ്ട് ഒട്ടിക്കുക, ഇങ്ങനെ ഇട്ടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, മൈലാഞ്ചി തല മൈലുണ്ടല്ലേ, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എരിവിനനുസരിച്ച് 2 ടീസ്പൂണ് മുളക് പൊടിയാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി 2 പ്രധാനപ്പെട്ട ഐറ്റംസ് ഇതിൽ ചേർക്കാനുണ്ട്. അത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചിയും മണമൊക്കെ വേറെ ലെവലാവും. അപ്പോൾ എന്താണ് അത് ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു 2 ടീസ്പൂൺ എന്ത് ചെയ്യുക വെച്ചാൽ സോയാ സോസ് ഒഴിക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണ് നമ്മളെ ടൊമാറ്റോ സോസും ഇതിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്തിനാ അടി പിടിക്കാതിരിക്കാനും അത് കറി രൂപം ആവണ്ടേ, ഗ്രേവി ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു കപ്പ് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് സാധനം അവിടെ വെച്ചിട്ട് ഇളക്കി അവിടെ മൂടി അവിടെ വെക്കുക. അപ്പോൾ അങ്ങനെ സംഗതി അടിപൊളിയാവും. ഓക്കെ, പിന്നെ നമ്മളതിലേക്ക് പ്രധാനപ്പെട്ട ഐറ്റംസാണ് നമ്മളെന്താ പറയുക, നത്ത അഥവാ നൗനി. ഇതൊന്ന് നമ്മളെ മസാലയൊക്കെ ഒന്ന് മൂത്തുകൊണ്ട് വന്നേ അതിലേക്ക് എന്ത് ചെയ്യുക, നൗനി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ലാസ്റ്റ് ഇട്ടാന്ന് വെച്ചാൽ ഇതിന് നല്ല പെട്ടെന്ന് വേവുന്ന ഐറ്റംസ് ആയതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഇട്ടത്. എന്നിട്ട് ലാസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയാണ്ട് എന്ത് ചെയ്യാണ്ട് മൂടി വെച്ച് കൊടുക്കുക. പിന്നെ ആവി കിടന്നിട്ട് അതങ്ങോട്ട് നല്ലോണം ബന്ധോളും. അതിൻ്റെ മൂടിയിടുക. ഓക്കെ, അപ്പം ഞാൻ ആവി വരുന്ന ഇത് സാധനം വറ്റുന്നത് വരെ എന്താ നമ്മൾ മൂടിയിട്ട് നല്ല വേവിച്ചെടുത്തിട്ട് എന്നിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിങ്ങനെ നോക്കുക, എന്നിട്ട് അങ്ങനെ മൂടി വെക്കുക, പിന്നെ ഇടയ്ക്ക് തുറന്ന് നോക്കുക, പിന്നെയും മൂടി വെക്കുക. അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെയാണ് ഉണ്ടാവുക. സെറ്റാവട്ടെ, നമ്മൾ കഴിഞ്ഞ ശേഷം കാണിച്ചിട്ടിങ്ങനെ തീച്ചി എന്നുള്ളത് ഉഷാറായിട്ട്. അപ്പോൾ അത് തുറന്നിട്ടൊന്ന് നല്ല ഇളക്കി കൊടുക്കണം. അടി പിടിക്കരുത് സാധനം, അടി പിടിക്കാതെ നല്ല ഇളക്കി സെറ്റാക്കണം. നമുക്കിത് പ്രതീക്ഷയിൽ കുറച്ച് കക്ക കിട്ടിയുള്ളൂ. കക്കല്ല നമ്മളെ എന്താ പറയുക, നത്ത. അപ്പോൾ സാധനം അവിടെ പാടത്ത് നമ്മൾ കുറേ തപ്പി നോക്കി, കിട്ടിയില്ല. ഉള്ളത് ഒരു 10-25 കിട്ടി, അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളതായിട്ട് നമ്മളെന്ത് ചെയ്യണം, സെറ്റാക്കണം. ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ് സാധനം. അപ്പോൾ ഞാൻ അടി പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അടി പിടിച്ചിട്ടില്ല ആ ഭാഗത്തിന് നമ്മളെന്തെങ്കിലും സ്പെഷ്യൽ ഇടണമെന്ന് വെച്ചാൽ ചോറ്റ് കൈത എന്ന് പറയും നമ്മുടെ നാട്ടിൽ. പലയിടത്തും പല പേരാണ്, എനിക്ക് ഇതിന് അറിയുന്ന പേരാണ് ചോറ്റ് കൈത. അത് ഞാൻ ഇതിൽ വെച്ചു എന്നിട്ട് ഇങ്ങോട്ട് ഇളക്കി വെക്കുക. അതിൻ്റെ ഒരു ഫ്ലേവർ വരും. നെയ്ച്ചോറിലൊക്കെ ഇടുന്ന സാധനമാണിത്. നമ്മളിതിലിട്ടിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇടാൻ പോകുന്ന എന്താ സാധനം എന്ന് വെച്ചാൽ ചപ്പാണ്. ചപ്പ് ഇതിലിട്ടിട്ട് എല്ലായിടത്തേക്കും ഒന്നാണ്ട് വിതറി കണ്ടിട്ടതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, നല്ല ഒന്നാണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി വരുമ്പോൾ എന്നിട്ട് അത് മൂടി വെക്കണം. എന്ന് വെച്ചാൽ സ്മെല്ലാം അങ്ങോട്ട് പിടിക്കാനായില്ല. സാധനം സെറ്റായിട്ട് ഫുള്ള് ഫിനിഷായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാവർക്കും കൊടുക്കുകയാണ്. ആളിത് പരിക്ക് നിൽക്കണമൊക്കെ സംഭവം വരാം.
ക്യാമറ എടുത്താക്കി ഇത് കൊടുക്കണ്ടേ അവല്ലേ? അപ്പോൾ അവനക്കുള്ളതാണ് നമ്മളിത് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, കൈയ്യായിട്ട് ഞാനെന്താ എങ്ങനെ കൈക്കളി നോക്കട്ടെ, സംഭവം ടേസ്റ്റ് ഉണ്ടോന്ന്, ഉമ്മുണ്ടോ, എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കൂ. സൂപ്പറായിട്ടുണ്ട്, നല്ല മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്, അടച്ചാല ബന്ധിട്ടുണ്ട് കേട്ടോ, സെറ്റായിട്ടുണ്ട്. ആവശ്യം ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റാ ഒക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സംഭവം അടിപൊളിയായിട്ട് എല്ലാവരും എല്ലാ പിറ്റിയിലാണ്. കണ്ടില്ല ഞാനുണ്ടാ ആളൊരു സ്കൂള് വിട്ടിട്ട് വന്നിട്ട് കിടക്കാം ഹൈറ്റിന് മുങ്ങി ഇവിടെ എടുത്തോ. അവൾക്ക് മാത്രമുള്ള പാത്രം ഇവിടെ ഉണ്ടായിരിക്കില്ല, എല്ലാ പാത്രത്തിലും തോണ്ടി അടിച്ചില്ലേ. സംഭവം എങ്ങനെയുണ്ട്? ഞാനൊന്ന് അവിടുന്ന് ക്യാമറ എടുക്കാലാച്ച് തിരിഞ്ഞപ്പോൾ എനിക്കുള്ള ബ്രെഡ് അടക്കം ഇവിടെ അടിച്ച് മാറി കഴിഞ്ഞു. എന്താ ഇപ്പൊ അവസ്ഥ? ചട്ടി വരെ തുടച്ച് ഫിനിഷാക്കി. കണ്ടില്ലേ ഗേസ് അവസ്ഥ പൂച്ചക്ക് പോലും കിട്ടാൻ പൂച്ച മേമ്പോട്ട് നോക്കിക്കുന്നു. പൊട്ടിക്കലോടോ ചട്ടി തിന്നീർക്കല്ലേട്ടാ. ഉണ്ടാക്കി കൊടുത്ത ഞാനാണ് ഇപ്പൊ ഇതിന് കറക്റ്റ് ശശി. ഇങ്ങോട്ട് നോക്ക, പാത്രം തുടച്ചെടുത്തു. ഇതിന് കറക്റ്റ് ശശി ഇദ്ദേഹമാണ്. ഒന്നും കിട്ടാതെ നിക്കുന്നുണ്ടില്ലേ. ഫ്രണ്ട്സ്, ഇതുപോലത്തെ ഇൻട്രസ്റ്റ് ഉള്ള ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരും. അപ്പല്ലേ വിളിക്കണ്ടേ? ഓക്കെ.